ഞാൻ പറഞ്ഞു വരുന്നത് രേണുസുതിയെ കുറിച്ചാണ്. സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുസുതി അവിടെ ചെയ്തത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അമരെന്ന് അറിയട്ടെ. എടാ, സിനിമയിൽ കാണിക്കുന്ന വൾഗാരിറ്റി പോലും രേണുസുതിയുടെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല ഒരു അഭിനേതാവെന്ന നിലയിൽ. ഓഹോ, അതറിയിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സമൂഹത്തിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്ന എന്ത് പരിപാടി രേണുസുതി ചെയ്തു? അവർക്ക് നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവിടെ യെസ് അനന്തു, ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഓഫ് അനന്തുവിനെ കുറിച്ചാണ്. അവനായിരുന്നു കുറച്ചു നാള് ഈ പറയപ്പെടുന്ന പോലെ ഈ വൃത്തികെട്ട സംഭാഷണങ്ങളും ആരെയും വലിച്ചു കീറുന്ന, ഒരു മനസാക്ഷിയും ഇല്ലാതെ വലിച്ചു കീറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവനൊന്ന് ഒതുങ്ങിപ്പോ. അവൻ എപ്പോ രേണുസുതിയെ ചൊറിയാൻ ചെല്ലാറില്ല. അപ്പം ചോരയുള്ള നാരെ പേടിയിടുന്ന് പറയുന്നല്ലേ, പോലീസുകാരൊന്ന് ചെറുതായിട്ട് വരട്ടി കാണും. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവർക്ക് എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും. അവനൊന്ന് ഒതുങ്ങിപ്പോ. അവൻ എപ്പോ രേണുസുതിയെ ചൊറിയാൻ ചെല്ലാറില്ല. അപ്പം ചോരയുള്ള നാരെ പേടിയിടുന്ന് പറയുന്നല്ലേ, പോലീസുകാരൊന്ന് ചെറുതായിട്ട് വരട്ടി കാണും. അല്ല, പോലീസുകാർ എന്നെ പിടിച്ച് വരട്ടിയപ്പം രേണുസുതി ഞാനിപ്പം ചൊറിയാൻ ചെല്ലാറില്ല എന്നാണ് പറയുന്നത്. അല്ല, പോലീസുകാർ എപ്പോഴാണ് എന്നെ പിടിച്ച് വരട്ടിയതെന്നും കൂടി ചേച്ചി ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ പറയുന്നത്. അന്നേരം ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രേണുസുതി ഒന്ന് ചൊറിഞ്ഞിട്ട് വരാം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതുലിനെ മാറ്റിക്കാൻ വേണ്ടി മീഡിയക്കാരെ കൊണ്ട് ചെന്ന് കേട്ടോ, പോലീസുകാർ പറഞ്ഞ് അവനെതിരെ കേസ് എടുക്കാൻ പറ്റില്ല, നീ നിന്റെ പണി നോക്കി പോന്ന്. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒരിക്കലും സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്കയും അയാൾ അതിനകത്തിരുന്ന് ചെയ്യുന്നില്ല. സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്കയും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ചെയ്യുന്നില്ലെന്നാണ് ചേച്ചി പറയുന്നത്. ശരിയാണ് ഗൈസ്, സമൂഹത്തിന് ഗുണമുള്ള ചക്ക ചെയ്യുന്ന ചേച്ചിയുടെ ചാനൽ നമുക്ക് എടുത്ത് നോക്കാം. രേണുസുതിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു. ഓ, സമൂഹത്തിന് ഗുണമുള്ള വലിയ ചക്കയാണ്. അടുത്ത് രേണുസുതിയെ വിമർശിക്കുന്ന മുഖമില്ലാത്ത എന്തുകൊണ്ട്? യൂട്യൂബേഴ്സ് കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാർ. ഇതിനകത്ത് എവിടാ ചേച്ചി സമൂഹത്തിന് ഗുണമുള്ള ചക്ക? അങ്ങനെ തപ്പി തപ്പി വന്നപ്പോ ചേച്ചിയുടെ സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്ക ഞാൻ കണ്ട്. കക്കൂസ് ഇല്ലാത്ത കേരളം. കഷ്ടം. അപ്പോ അതുകൊണ്ട് തന്നെ എന്നെ വിമർശിക്കാൻ അയാൾക്ക് ഒരു യോഗ്യതയില്ല. നല്ല കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും 100% ഞാൻ അതിനോട് യോജിക്കുന്നു. കാര്യം ചേച്ചിയെ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പലരും എന്റെ അടുത്ത് വന്ന് ചോദിച്ച്, എന്തിനാണെന്തു ഈ തീട്ടക്കേസൊക്കെ പിടിക്കാൻ നിൽക്കുന്നത്? ഞാൻ നിങ്ങളെ പറ്റി ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ കാല് തെറ്റി വഴുതി വീഴാൻ പോകുന്ന ഒരു സെപ്റ്റി ടാങ്കിലേക്കാണെന്ന്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സംസ്കാരവും ഇല്ല, സ്വന്തമായിട്ടൊരു കണ്ടന്റും ഇല്ല. ശശിയെ എന്നാണ് ഈ പറയുന്നത്? കണ്ടവരുടെ, ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, കണ്ടവരുടെ ഉച്ചിഷ്ടം, അതായത് ഈ പറയുന്ന ചാനലുകാർ ഇട്ട് കൊടുക്കുന്ന ബാക്കികൾ എടുത്ത് തപ്പി അത് പെറുക്കി അത് തിന്നുന്ന ഈ അനന്തൂനെ പോലുള്ള കുറെ ഓളികളുണ്ട്. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരണ? പക്ഷെ ഇപ്പൊ ചേച്ചി ഒരു 5-6 വീഡിയോ ആയിട്ട് എന്റെ ഉച്ചിഷ്ടമാണ് തിന്നോണ്ടിരിക്കുന്നത്. അത് ചേച്ചിക്ക് വല്ല ധാരണയുണ്ടോ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ.